ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പും താളും കൊണ്ട് പച്ചടിയാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായ 3-4 പട്ട, ചേമ്പിൻ്റെ പട്ട എടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വെച്ചേക്കേണ്ടതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണം. അപ്പോൾ കർക്കിടക മാസത്തിൽ മാത്രമല്ല, നമുക്ക് ഈ ചേമ്പിൻ്റെ പട്ട കിട്ടുമ്പോൾ ഒക്കെ കഴിക്കണത് നല്ലതാണ് കേട്ടോ. കർക്കിടക മാസത്തിൽ കൂടുതൽ നല്ലതാണ്. ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി, ഷെഡ്യൂൾ ചെയ്ത ഡേറ്റ് തെറ്റിപ്പോയതാണ്. അപ്പോൾ ഇതിനാവശ്യമായ പരിപ്പ് എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പും താളും കൂടിയിട്ടാണ് കേട്ടോ വയ്ക്കണേ. അപ്പോൾ ഈ നാരുള്ള ഫൈബർ കൂടുതലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ദിവസവും കഴിക്കണത് നല്ലതാണ്. ഇവിടെ ചേമ്പിൻ്റെ പട്ട എപ്പോഴൊക്കെ ഉണ്ടാവണമെന്ന് വെച്ചാൽ അപ്പോഴൊക്കെ വെക്കും കേട്ടോ. കർക്കിടക മാസമൊന്നും നോക്കില്ല, എപ്പോൾ കിട്ടിയാലും ഞങ്ങളിവിടെ വെക്കും. ഇത് പെട്ടെന്ന് വേവണ ചേമ്പാണ് കേട്ടോ. അത് കാരണം മറ്റുള്ള ചേമ്പുകളുടെ പോലെയല്ല. മറ്റുള്ള ചേമ്പൊക്കെ ചൊറിയണ ചേമ്പൊക്കെ ആണെങ്കിൽ കുറേ നേരം പുളി കൂട്ടിയിട്ടൊക്കെ തിളപ്പിക്കണം. മോര് കൂട്ടിയാലൊന്നും കാര്യമില്ല അതിൽ, തൈര്. അതിൽ വാളംപുളി തന്നെ കൂട്ടി നന്നായി തിളപ്പിച്ചാലേ അതിൻ്റെ ചൊറിച്ചിൽ മാറുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വായൊക്കെ കടിക്കും. ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാവണ നല്ല ചേമ്പാണ് കേട്ടോ. പെട്ടെന്ന് വേവും ചെയ്യും, ചൊറിയുമില്ല. ഇത് തൊലി കളയുമ്പോൾ കുറച്ച് നേരം ഒന്ന് നുറുക്കുമ്പോൾ ഇത്തിരി ചൊറിച്ചിലുണ്ടാവും, അത്രയേ ഉള്ളൂ. 2 തിളയ്ക്കുമ്പോഴേക്കും പെട്ടെന്ന് വേവണ ചേമ്പാണ്. അപ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ ഈ ചേമ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കർക്കിടക മാസമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴാണോ കറി വയ്ക്കാൻ തോന്നണേ ചപ്പൊക്കെ വയ്ക്കാം കേട്ടോ. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഈ ഫൈബറുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കണത്. അപ്പോൾ ഇതേപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ. അതതിൻ്റെ കൂമ്പാണ് കേട്ടോ, ഇല. അതൊക്കെ അങ്ങനത്തെ കൂമ്പലയൊക്കെ നമുക്ക് അരിഞ്ഞിടാം കേട്ടോ. തോരൻ വയ്ക്കാനൊക്കെ നല്ലതാണ് അങ്ങനത്തെ ചെറിയ ഇല. കുറച്ചേ വെക്കണുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ വേറെ കറി ഇവിടെ ഇരിക്കേണ്ടത്, അത് കാരണം ഞാൻ കുറച്ച് കറി ഇത് ഉണ്ടാക്കണുള്ളൂ. ഇതിവിടെ ചില ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ല. അതതിൻ്റെ കൂമ്പലയാണ് കേട്ടോ. ഇതേപോലത്തെ കൂമ്പലയൊക്കെ തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാം ദേ അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് വെക്കാനായിട്ട് ഗ്യാസും ഒരു പാത്രം വെക്കാം കേട്ടോ. അതിന് പരിപ്പ് ഞാൻ മുമ്പേ കുക്കറിൽ വേവിച്ച് വെച്ചതാണ് കേട്ടോ. അത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയതാണ്. ഇനി നമുക്ക് ചേമ്പിൻ്റെ പട്ട ഒന്നും കൂടിയും കഴുകി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ, ചേമ്പും താള്. ഇത് വെന്ത് വരുമ്പോൾ വെള്ളം ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഈ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും. ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും.
എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി അടച്ചു വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം, ഒരു 5 മിനിറ്റ് നേരമൊക്കെ ആകുമ്പോഴേക്കും വേവ് കേട്ടോ. പെട്ടെന്ന് വേവണ താളാണിത്. അപ്പോൾ ഇതിലേക്ക് അരച്ച് കൂട്ടാനുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇത് ഒരു ചെറിയ മുറി തേങ്ങയാണ് കേട്ടോ, പിന്നെ 1 ടീസ്പൂൺ കടുക്, പിന്നെ 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി. ഇതൊക്കെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോഴേക്കും താള് വെന്തിട്ടുണ്ടാവും. വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. ഇനി ഇതിലേക്ക് പുളിക്ക് ഞാൻ ഒഴിക്കണത് നല്ല തൈരാണ് കേട്ടോ, പുളിയുള്ള തൈര്, ചെറിയൊരു ഗ്ലാസ് തൈര് കേട്ടോ. ഇനി അതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തേങ്ങ അരച്ച് വെച്ചത് ഒഴിക്കാം കേട്ടോ. തേങ്ങ, കടുക്, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ അരച്ചത് നമുക്ക് അതിലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് നേരം തിളപ്പിക്കാം കേട്ടോ. ഇനി അതിലേക്ക് കടുകും മുളകൊക്കെ, വറ്റൽ മുളകൊക്കെ ഒന്ന് വറുത്തിടണം കേട്ടോ. അതിനാവശ്യമായി ചെറിയൊരു പാൻ ഗ്യാസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് കടുകാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ ലേശം ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 വറ്റൽ മുളക് കഷ്ണാക്കിയിട്ട് കൊടുക്കാം കേട്ടോ. 2 തണ്ട് കറിവേപ്പില, വലിയ കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായി പൊട്ടി വരണ വരെ ഒന്ന് ഇളക്കി കരിയാണ്ട് നോക്കണം കേട്ടോ. ഗ്യാസ് സിമ്മിൽ കത്തിച്ചാൽ മതി. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചേമ്പുന്നാൾ പച്ചടി റെഡിയായി കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. നിങ്ങളുടെ പറമ്പിലൊക്കെ ചേമ്പുന്നാൾ കിട്ടാനുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് ചോറിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.